പഞ്ചാബ് നാഷണൽ ബാങ്ക് വായ്പാ തട്ടിപ്പ് കേസിൽ വ്യവസായി മെഹുൽ ചോക്സിയെ ഇന്ത്യക്ക് കൈമാറും. ഇന്ത്യക്ക് കൈമാറാൻ ബെൽജിയം കോടതി അനുമതി കൊടുത്തു കഴിഞ്ഞു. ബൽറാം നെടുങ്ങാടി അപ്ഡേറ്റ് ചെയ്യുന്നു ഈ വാർത്ത ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ് SKN. പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും 13,000 കോടി രൂപയുടെ വായ്പാ തട്ടിപ്പ് നടത്തി രാജ്യം വിട്ട വ്യവസായി മെഹുൽ ചോക്സിയെ ഇന്ത്യക്ക് കൈമാറാനാണ് ബെൽജിയം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഈ കേസ് ബെൽജിയം കോടതി പരിഗണിച്ചത്. തുടർന്നാണ് മെഹുൽ ചോക്സിയെ ഇന്ത്യക്ക് കൈമാറാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നത്. മെഹുൽ ചോക്സിക്കെതിരെ അഴിമതി നിരോധന നിയമത്തിലെ വകുപ്പുകൾക്ക് ഒപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ കൂടാതെ ഗൂഢാലോചന അടക്കമുള്ള വകുപ്പുകൾ കൂടി ഉൾപ്പെടുത്തിയതായി ഇന്ത്യൻ ഏജൻസികൾ ബെൽജിയം അധികൃതരെ അറിയിച്ചിരുന്നു. ഏജൻസികളുടെ അഭ്യർത്ഥനയനുസരിച്ച് കഴിഞ്ഞ ഏപ്രിൽ 11-നാണ് ബെൽജിയം പോലീസ് മെഹുൽ ചോക്സിയെ അറസ്റ്റ് ചെയ്യുന്നത്. ഇതിനെ തുടർന്നാണ് കോടതിയിൽ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും ഈ ഘട്ടത്തിൽ മെഹുൽ ചോക്സിയെ സംബന്ധിച്ചിടത്തോളം 15 ദിവസത്തെ സമയപരിധി കോടതിയിൽ ബെൽജിയം സുപ്രീം കോടതിയിൽ അപേക്ഷ നൽകാനായി ഉണ്ട്. ആ പരിധിക്കുള്ളിൽ അപേക്ഷ നൽകിയില്ലെങ്കിൽ അദ്ദേഹത്തെ ഇന്ത്യക്ക് കൈമാറും. അപേക്ഷ നൽകുകയാണെങ്കിൽ അതിൽ തീരുമാനമെടുത്ത ശേഷമായിരിക്കും ഇന്ത്യക്ക് കൈമാറുക. അതേസമയം മെഹുൽ ചോക്സി പ്രധാനമായും ഉന്നയിച്ച വാദം എന്നുള്ളത് ഇന്ത്യൻ ജയിലുകളിലെ ശോചനീയ അവസ്ഥയായിരുന്നു. എന്നാൽ മുംബൈയിലെ ആർദർ റോഡ് ജയിലിൽ 12-ാം നമ്പർ ബാരക്കിൽ മെഹുൽ ചോക്സിക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ടെലിവിഷൻ സെറ്റും കിടക്കയും കസേരയും അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് എന്നും ഏകാന്ത തടവ് ഉണ്ടാവില്ല എന്നും അധികൃതർ ബെൽജിയം കോടതിയെ അറിയിച്ചിരുന്നു. ഇതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് മെഹുൽ ചോക്സിയെ കൈമാറാൻ ബെൽജിയം കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.